ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ എന്താണെന്ന് അറിയണ്ടേ? പാൻ ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ച ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ കാണാനാണ്. അപ്പോൾ നമുക്ക് പോകാം ആ കുട്ടി സ്റ്റാറിൻ്റെ വിശേഷങ്ങളിലേക്ക്. നമ്മൾ പറഞ്ഞ കുട്ടിത്താരം ഇതാണ് വിഷ്ണു. നിഴൽ എന്ന ഷോർട്ട് ഫിലിമിൽ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡാണ് ഇവന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ നിഴൽ എന്ന കുഞ്ഞു വലിയ സിനിമയുടെ ഡയറക്ടറാണ് മിസ്റ്റർ ഷിജു. നമസ്കാരം, എൻ്റെ പേര് ഷിജു. ഞാനാണ് ഈ നിഴൽ എന്ന് പറഞ്ഞ ചെറിയ സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കഥകൾ എഴുതുമായിരുന്നു, നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു, അങ്ങനെയുള്ള മോണോ ആക്ട് മിമിക്രി സ്കിറ്റ് പോലുള്ളതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പിന്നെ അതിന് ശേഷം സ്കൂൾ കോളേജ് വിട്ടതിന് ശേഷം പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു, പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ നിർത്തി ഇത് ഇനി എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എന്താണ് പറയുക, ഒരു ലെവലിലേക്ക് എത്തി. ഫുൾ കോൺഫിഡൻസ് പോയി, എന്നെ കൊണ്ട് ഇനി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ കുറേ സുഹൃത്തുക്കൾ കൂടിയിട്ട് കുറേ സിനിമകൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട് ലെനിൻ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, മാഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ എഴുതിയാൽ നല്ല കഥകളായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം തോന്നിയ ഒരു ഐഡിയ ആണ് നിഴൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറേ ഞാനും ലെനിനും കൂടി കുറേ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്തു, എങ്ങനെ നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഷോർട്ട് ഫിലിം പാറ്റേണിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ ചെയ്യാം. ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതാണ് ഈ സാധനം. പിറ്റേ ദിവസം ഉറങ്ങി എണീച്ചിട്ട് ഞാനിത് മറന്നു വന്നിരിക്കാൻ വേണ്ടി ആൾക്ക് ഞാൻ വോയിസ് നോട്ട് ഇട്ടു, ബ്രോ ഇതാണ് ഇങ്ങനൊരു സാധനം മനസ്സിൽ വന്നിട്ടുണ്ട്, കേട്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ ആൾക്കത് കണക്റ്റായി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇതിനെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. കാരണം ഇതിന് ഡയലോഗ് വേണ്ട എന്ന് നമ്മൾ പർപ്പസ്ലി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും ഈ ഒരു തീമിൽ ശരിക്കും ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഏച്ച് കെട്ടലാവും, അല്ലെങ്കിൽ അതൊരു വലിച്ചു കെട്ടലാവും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡയലോഗ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡയലോഗ് ഇല്ലാതെ ഇത് വിഷ്വൽസിലൂടെ എങ്ങനെ നമ്മൾക്കിത് കൺവേ ചെയ്യാൻ പറ്റും ഈ ചെറിയ സമയത്തിനുള്ളിൽ എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ അത് നല്ലോണം ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു പുതിയ ചാനലിലാണ്, നമ്മളുടെ തന്നെ പ്രൊഡക്ഷൻ ബാനറിലുള്ള നെറേറ്റീവ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാനലിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഈ വീഡിയോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന് 22 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും 79, 80 അങ്ങണ്ടേ ഉള്ളൂ. അത് കാരണം ഈ വീഡിയോൻ്റെ ഒരു റീച്ച് കുറവാണ്. പക്ഷേ കണ്ടവരൊക്കെ ഇത് അവർക്ക് കണക്റ്റായി എന്ന് പറഞ്ഞു. ശരിക്കും ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സിനിമേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു സിനിമ മോഹികളായിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഒരു കൂട്ടായ്മ സിനിമേറ്റ്സ് ആണ്. അവരുടെ ഒരു തേർഡ് മീറ്റപ്പിലാണ് ഞാനിത് നമ്മൾ ആദ്യമായിട്ട് സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് നേരിട്ട് കിട്ടുകയും അത് എന്താ പറയുക, ഈ സിനിമയ്ക്ക് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കി തരികയും അങ്ങനെയാണ് ഈ സാധനം യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് 2500 വ്യൂസ് അങ്ങണ്ടേ ഉള്ളൂ. പക്ഷേ കണ്ട് ആൾക്കാർക്ക് ഈ സാധനം കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതെല്ലാവരും കാണണം. ഇതൊരു ചെറിയ സിനിമയാണ്, 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിതിൻ്റെ കുറേ ഇമോഷൻസ് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വാക്കുകളുടെ അപ്പുറത്ത് നിൽക്കുന്ന കുറേ ഇമോഷൻസ്, വാക്കുകൾ ചിലപ്പം നമുക്ക് പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത കുറേ ഇമോഷൻസ് നമ്മളിതിൻ്റെ അകത്ത് വിഷ്വലി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും കാണണം. ഇത് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കണം. എൻ്റെ പേര് ലെനിൻ എന്നാണ്. ഞാൻ ഈ സിനിമയിലൊരു ചെറിയ ഭാഗമായിട്ടുണ്ട്, ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിത്രം നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. പല രീതിയിൽ ഇതിൻ്റെ അതെങ്ങനെ ആയിരിക്കണം, ഇത് പ്രേക്ഷകരിലേക്ക് ഇത് എങ്ങനെ എത്തണം, നമ്മളിത് ഏത് രീതിയിൽ അത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പല ഡിസ്കഷൻസും ഇതിൻ്റെ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊരു വ്യക്തമായിട്ട്, കാരണം ഒരു വൺ ലൈൻ എനിക്ക് കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഷിജു പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഷിജുവിനോട് ഇത് നല്ല സംഭവമാണ്. അപ്പോൾ എന്നോട് കഥ പറഞ്ഞിട്ട് ചോദിച്ചു എന്ത് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലായ കാര്യം പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ആ ഉദ്ദേശിച്ച സംഭവം അവിടെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതാണ് സംഭവം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ആക്ച്വലി ഒരു സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രധാനമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഭിനയിക്കണം എന്ന് എനിക്ക് അങ്ങനെ തുടക്കത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയൊക്കെ ആയിരുന്നു ആദ്യം മനസ്സിൽ ഞാൻ ആ ഒരു റോള് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിജു പറഞ്ഞത് നിങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത് സംഭവം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാനും അങ്ങനെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഇത് ഷൂട്ട് ചെയ്ത സമയത്തും ഭയങ്കര ടെൻഷനായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചു. കാരണം നാട്ടിലെ പോലെ ഒരു വീട് വേണം, പഴയ ഒരു നാട്ടിൽ പോലെ തോന്നിക്കുന്ന ഒരു 90-90കളിലെ വീട് പോലെ തോന്നിക്കുന്നൊരു വീട് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീറ്റെയിലിങ്ങിന് വേണ്ടിയൊക്കെ ശ്രമിച്ചു. ഞങ്ങൾ 1-2 വീടുകളൊക്കെ പോയി കണ്ടിട്ട് ഒന്നും സാറ്റിസ്ഫൈ ആയില്ല. അവസാനം ഞങ്ങളുടെ ഷിജുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഷിനോയോടാണ് ഇതിന് താങ്ക്സ് പറയുന്നത്. ഷിനോയും പിന്നെ ഷിജുവിൻ്റെ വൈഫും ആണ് അതിൻ്റെ പുറകെ പ്രവർത്തിച്ചത്. ആ ഒരു ചെറിയൊരു സംഭവം വളരെ പെട്ടെന്നാണ് ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തത്. നമ്മുടെ ഇവിടുത്തെ ദുബായിലെ ഒരു ഫ്ലാറ്റ് അങ്ങനെ മാറ്റിയെടുത്ത് ഞങ്ങൾ പേടിക്കായിരുന്നു ഈ ഫ്ലോറൊക്കെ കാണില്ലേ, ഈ ഇവിടുത്തെ ഫ്ലോറ് നാട്ടിലത്തെ മാതിരി ആയിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ സംഭവങ്ങളും ഞാൻ 1-2 ആൾക്കാർക്ക് കാണിച്ച സമയത്ത് ഭയങ്കര റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിൽ വിഷ്ണു ചെയ്ത റോള്, വിഷ്ണുവിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ 1-2 ആൾക്കാർ കണ്ട് അവർക്ക് ഭയങ്കര വിങ്ങലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് എല്ലാവരും കണക്റ്റ് ആവുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതാണ് ഒരു സന്തോഷം. ഷിജു എന്ന് പറഞ്ഞൊരു നല്ല നടനാണ്. ഞാനതിൽ ആദ്യം ഷിജുവിൻ്റെ ഒരു ഫിലിം കണ്ട സമയത്ത് ഞാൻ ആൾ പറഞ്ഞായിരുന്നു, അതിൽ ആ നിങ്ങൾ ഡയലോഗ് ഡെലിവറി ചെയ്ത ഞാൻ ആദ്യമേ ആളോട് പറഞ്ഞ സമയം തന്നെ ആ ഡയലോഗ് ഡെലിവറി പ്രസൻറ്റേഷനെ കുറിച്ചാണ് ഞാൻ ആളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിൽ ഒരു ഡയലോഗ് പോലും പറയിപ്പിച്ചില്ല എന്നുള്ളതാണ്, അത് കിട്ടാതിരുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയലോഗ് ആകെ എനിക്ക് മാത്രമാണ് ഇതിലുണ്ടായത്. പിന്നെ ഉണ്ടായിരുന്നത് മകനുമാണ്. ഹായ്, ഞാൻ ഷിനോയ്. ഈ നിഴൽ എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ, എഡിറ്റിംഗ്, കളറിംഗ്, സൗണ്ട് ഡിസൈൻ, അതുകൂടാതെ ഡബ്ബിംഗ് എന്നിവ ചെയ്തതാണ് ഞാനാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്, പക്ഷേ അതിലൊരു വളരെ വലിയൊരു മെസ്സേജ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. കൂടുതൽ ഒന്നും പറയാനില്ല. താങ്ക് യു. ഹായ്, ഞാൻ ശ്രീനാഥ്. ഞാനാണ് ഈ നിഴൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ലാസ്റ്റിൽ ഒരു സോങ് ഉണ്ട്, ഒരു ലലബി. അപ്പോൾ അതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ഞാനാണ്. ഷിജുവേട്ടൻ എന്നോട് ഈ സോങ്ങിനെ കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് മ്യൂസിക് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഷിജുവേട്ടൻ എന്നോട് ഇങ്ങനെ ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ഒരു സോങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം കുറേ കാലങ്ങളായിട്ട് ഒരു ടച്ചില്ല, കാര്യങ്ങളില്ല. പിന്നീട് ഓക്കെ, എൻ്റെ കയ്യിൽ അതിന് വേണ്ടതെല്ലാം ഉണ്ട്, ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാം അതുകൊണ്ട്. മൈക്കുണ്ട്, കീബോർഡ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഞാനതങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങ് വർക്ക് തുടങ്ങി. അപ്പോൾ വരികൾ കിട്ടിയില്ല, ഒരു ട്യൂണ് കിട്ടി. അപ്പോൾ വരികൾ എഴുതിയത് എൻ്റെ വൈഫാണ്. അവൾ മുൻപും ഇങ്ങനെ സോങ്ങിന് ലിറിക്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്യൂണങ്ങ് ഇട്ട് കൊടുത്തപ്പം നല്ല വരികൾ കിട്ടി. അപ്പോൾ അങ്ങനെ സോങ് കമ്പോസ് ചെയ്ത് പിന്നെ പാടുന്ന എൻ്റെ വോയിസ് കുറച്ച് കിളി ശബ്ദം ആയതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഷിജേട്ടൻ കുറേ പറഞ്ഞു ഞാൻ ചെയ്താൽ മതി എന്നുള്ളത്, പക്ഷേ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ തപ്പിയിട്ടാണ് ഷഫ്നാസ് ഖാനെ കിട്ടിയത്. ആ സോങ്ങിൻ്റെ ലെവൽ തന്നെ മാറിപ്പോയി ഷഫ്നാസ് ഖാനെ കയ്യിൽ കിട്ടിയപ്പോൾ. ഭയങ്കര സന്തോഷം. അതിനുശേഷം വേറെ മ്യൂസിക്കുകൾ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൺമണി പൊൻകണിയേ എൻ നെഞ്ചിലെ കുഞ്ഞോളമേ എന്നുമൻ കൈകളിലെ ഇളം തൂവലായി ചായുറങ്ങ്. എൻ്റെ പേര് ഷഫ്നാസ്. ഈ ഒരു കൊച്ചു ഷോർട്ട് ഫിലിമിൽ ഒരു വലിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു പാട്ട് പാടിയത് ഞാനാണ്. ഇതിൽ ഈ ഒരു പാട്ടിന് ഒരുപാട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാട്ടാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഫൺ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക്
പുള്ളിക്ക് ആക്ച്വലി പിന്നെ കറക്റ്റായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഏത് ടൈപ്പ് ഓഫ് ടോൺ ഈ ഒരു പാട്ടിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടോണിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഒരു 2-3 ടൈപ്സ് ഓഫ് ടോൺസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിൽ നിന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് സാധനമാണ് എടുത്തത്. പിന്നെ അതിൽ കൂടുതൽ ഫീല് വരാനൊക്കെ പുള്ളി കംപ്ലീറ്റ്ലി മ്യൂസിക് ഡയറക്ടറുടെ പ്രൊഡക്റ്റാണത്. പുള്ളി എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സംഭവം തന്നെ മാക്സിമം ഞാൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ ഒരു വലിയൊരു പാർട്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ തന്നെ ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്.